ഇനി നമുക്ക് ബേസ് ക്യാമ്പിലെ വിവരങ്ങളിലേക്ക് കൂടി പോകാം. പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത് അവിടെയാണ്. സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാരംഗ, പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ നീണ്ട ഒരു പ്രോസസ് ആയിരിക്കും. സ്വാഭാവികമായും ഇത്തരം ചില ആരോപണങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നുമുണ്ട്. കടുവയാണ്, വലിയ ഒരു പ്രൊസീജിയർ തന്നെ ഉണ്ടായിരിക്കും പൂർത്തീകരിക്കാൻ. എപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം പൂർത്തിയാകും എന്നാണ് ലഭിക്കുന്ന വിവരം? രതീഷ്, മാധു, ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയിലെ ജില്ലാ വനംവകുപ്പിൻ്റെ ജില്ലാ വെറ്റിനറി ഓഫീസറുടെ കാര്യാലയത്തിൻ്റെ തൊട്ട് മുൻപിലാണ്. ഇവിടെയാണ് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഇത് കാറ്റഗറി 1-ൽപ്പെട്ട ഒരു വന്യമൃഗമാണ്. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഒരു വന്യമൃഗമായതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ തിരച്ചിൽ നടത്താൻ പോയ ഉദ്യോഗസ്ഥർക്ക് അവിടെ നിന്ന് ലഭിച്ചത് കടുവയുടെ ജഡമാണ്. ഇനി ഏത് തരത്തിലാണ് കടുവ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇന്നലെയോ ഇന്നോ നടന്ന ഓപ്പറേഷൻ്റെ ഭാഗമായി കടുവയ്ക്ക് നേരെ വെടിയുതിർത്തിട്ടില്ല എന്നുള്ള കാര്യം ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള വിദഗ്ധർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാരണം കടുവയുടെ പുറംഭാഗത്തൊക്കെ തന്നെ രക്തം ഉണങ്ങി ഒട്ടിപ്പിടിച്ച നിലയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മറ്റേതെങ്കിലും കടുവകളുമായി സംഘടന ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നേരത്തെയൊക്കെ തന്നെ വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ 7 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ഇത്തരത്തിൽ രാധയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. ആ കടുവയെ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന് ജീവനോട് കൂടിയല്ലെങ്കിലും കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഏത് തരത്തിൽ, ഇനി മറ്റേതെങ്കിലും തരത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളതടക്കം വിശദമായ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ആ റിപ്പോർട്ട് പുറത്തു വരുന്നതോടൊപ്പം തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒട്ടേറെ ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും തരത്തിൽ കടുവ ഇപ്പോൾ നേരത്തെ രാധയുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. കാരണം ഈ പറഞ്ഞ പഞ്ചാരക്കൊല്ലിയിൽ നിന്നും കുറച്ച് അകലേക്ക് മാറി നിൽക്കുന്ന പിലാക്കാവിൻ്റെ അടുത്തേക്ക് വരുന്ന ഭാഗത്ത് നിന്നാണ് കാണുന്നത്. ഏകദേശം 2 കിലോമീറ്റർ അകലെ ആണ് കടുവയെ കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിന് സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ മറ്റും പിന്നീടും പലതവണയായി കടുവകളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രദേശവാസികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആ തരത്തിൽ ഏതെങ്കിലും കടുവകളായി സാരംഗ് അവിടെ പക്ഷേ ഈ പറയുന്ന സ്ട്രൈപ്പ് പാറ്റേൺസ് ഒക്കെ നോക്കിക്കൊണ്ട് ഈ കടുവ തന്നെയാണ് എന്ന് രാവിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഫോട്ടോ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ക്യാമറ ട്രാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫോട്ടോ അടക്കം കാണിച്ചുകൊണ്ടൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നല്ലോ അതേ കടുവയാണ് എന്ന്. അതെ, കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് വനം വകുപ്പ് ആ ഒരു കൃത്യതയിലേക്ക് എത്തിയത്. കാരണം കടുവകളെ സാധാരണയായി തിരിച്ചറിയുക കടുവകളുടെ പുറത്തുള്ള ആ കറുപ്പ് വരകൾ, ആ പ്രത്യേക അടയാളങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങളായി രാധയുടെ മരണത്തിന് ശേഷം ആ പ്രദേശത്തൊക്കെ തന്നെ പഞ്ചാരക്കൊല്ലിയിലും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ കറങ്ങി നടന്ന കടുവയുടെ ദൃശ്യങ്ങൾ പല ക്യാമറകളിലായി പതിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്, ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവ രാധയെ ആക്രമിച്ച കടുവയാണ് എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട നിർണായകമായ വിവരത്തിലേക്ക് വനംവകുപ്പ് എത്തിയത്. ഇനി ഏത് രീതിയിലാണ് കടുവ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി എനിക്ക് കണ്ടെത്താനുള്ളൂ. അത് ആ ഒരു വിവരം ഏറെ നിർണായകമായൊരു വിവരം തന്നെയാണ്. കാരണം ഇത്രത്തോളം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു. വലിയ ഒരു പോലീസ് ബന്ദോബസ്ത് ഇപ്പോൾ ഇവിടെ ഈ വെറ്റിനറി ഓഫീസറുടെ കാര്യാലയത്തിന് മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്കൊക്കെ തന്നെ ഒരു നിയന്ത്രണം രേഖ ഇവർ വെച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പരിധി കഴിഞ്ഞ് അകത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അവർ ഒരുക്കുന്നതായി കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ആ ഒരു ഷെഡിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. തത്സമയ വിവരങ്ങളാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന്, അവിടെ വെറ്ററിനറി കേന്ദ്രമാണ്, അവിടെ നിന്ന് ഉള്ള വിവരങ്ങളാണ് സാരംഗ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കടുവ കൊല്ലപ്പെട്ടതിൽ, കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയതിൽ വലിയ ആശ്വാസമാണ് ആ പ്രദേശവാസികൾക്കെങ്കിലും നിയമപരമായി നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് കടുവ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ പൂർത്തീകരിക്കേണ്ടതായ ഒട്ടേറെ നിയമ നടപടി കടമ്പകളുണ്ട്. നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ അടക്കം ഭാഗത്ത് നിന്ന് വരും. കടുവാ സംരക്ഷണത്തിന് പ്രത്യേകമായ ചട്ടങ്ങളുണ്ട്, അതിന് പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട്. റെക്കോർഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്, ഉത്തരം ഉണ്ടാവേണ്ടതുണ്ട് എന്നത് പ്രധാനമാണ്.